പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചൈനീസ് നൂഡിൽസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 200 ഗ്രാം അക്ക നൂഡിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചരുവത്തിൽ ചൂടുവെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഉപ്പും ഇട്ട് 1 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചായിരുന്നു വെള്ളം തിളപ്പിച്ചത്. അതിലേക്കാണ് നമ്മൾ ഈ അക്ക നൂഡിൽസ് ഇട്ട് കൊടുത്തത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 2-2.5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് 1 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഓഫ് ചെയ്തിടുകയാണ്. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് നമുക്കിതൊങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് പകുതി വേവായിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഇങ്ങനെ അടച്ചു വെച്ചിരുന്ന് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്നും കൂടി ഒന്ന് ഇട്ട് വെക്കാം. കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഈ തണുത്ത വെള്ളത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് 1-2 തവണ ഇതുപോലെ തണുത്ത വെള്ളത്തിലിട്ട് എടുക്കണം. അതിനുശേഷം നമുക്കിതൊരു കണ്ണോപ്പയില വെള്ളം കോരി നമുക്കൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് 2-3 മുട്ട ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാനിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഉള്ളിയൊന്നും ഇടണ്ട, ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ച് എടുക്കുക. കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മുട്ട നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്താൽ മതി. ഒത്തിരി അങ്ങ് ചെറുതാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുള്ള വെജിറ്റബിൾസ് എല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കോബി എടുത്തിട്ടുണ്ട്, നമ്മുടെ കാബേജ്, അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും, അതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞിട്ടത്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ഉള്ളി അരിഞ്ഞത്. ഇത് നമ്മൾ റെഡ് ചില്ലി സോസ് ഉണ്ടാക്കിയതാണ്, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ നൂഡിൽസ് തയ്യാറാക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി നിന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തു. സവാളയുടെ ഒപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ചേർത്ത് ഒരുപാട് അങ്ങ് ഇളക്കിയെടുക്കേണ്ട. ഒന്ന് ചെറുതായിട്ട് പച്ചച്ചവ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തണുക്കാൻ വെച്ചിരിക്കുന്ന നൂഡിൽസ് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 സ്പൂൺ നമ്മൾ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മാഗി മസാലയുടെ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് പൊടിയാതെ ഇളക്കിയെടുക്കാം.
അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചൈനീസ് നൂഡിൽസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.